ഹലോ മാം, എബിയാണ്. ഞാൻ 2019 LDC നോട്ടിഫിക്കേഷൻ സമയത്താണ് PSC പഠനം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങിയത്. അന്ന് പക്ഷേ എനിക്ക് PSC നേടാൻ സാധിച്ചില്ല. ഞാൻ പ്രൈവറ്റ് ജോലിയായിരുന്നു. പ്രൈവറ്റ് ജോലി രാജിവെച്ചിട്ട് PSC പഠനത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞെങ്കിലും മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് അന്ന് ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ PSCയിലേക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയില്ലാതെയുള്ളൊരു പഠനമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് മുതൽ ഞാൻ മാമിൻ്റെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു വൈകിട്ട് 7 മണിക്ക് മാമിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ചെയ്യിപ്പിക്കുന്ന സെഷൻ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഒത്തിരി 100ഓളം ക്വസ്റ്റ്യൻ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാമിൻ്റെ ലൈവ് SCRT ക്ലാസ്സുകൾ, SCRTയിൽ ലൈൻ ബൈ ലൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. അത്ര ഡീപ്പായിട്ടായിരുന്നു മാം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം ബേസ് ചെയ്ത് മാം ക്ലാസ്സുകൾ എടുക്കും. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും, പുതിയതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ചെയ്യുമായിരുന്നു. അത് മാം പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. കറക്റ്റായിട്ട് ആ സമയത്തിൽ ചെയ്ത് SCRT OMR മാർക്ക് ചെയ്ത് ചെയ്യുമായിരുന്നു. അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഒരു 6 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും PSC പഠനത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അത് പെട്ടെന്ന് അത്ര പ്രാക്ടിക്കലായിരിക്കണമെന്നില്ല. അതിൻ്റെ സമയമെടുക്കും. ഇതിലേക്ക് ഒരു സ്ഥിരതയോടുകൂടി നിൽക്കുന്നവർക്ക് നേടാൻ സാധിക്കും. PSC നമുക്ക് സ്ഥിരതയോടുകൂടി നിൽക്കണം. എല്ലാവരുടെയും നമ്മുടെ ഒരു സോഷ്യൽ സപ്പോർട്ട് നമുക്ക് തീരെ കുറവായിരിക്കും. എല്ലാവരും ഇത് നേടാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അതിനെ ഓവർകം ചെയ്താൽ തന്നെ നമ്മൾ പകുതി ജയിക്കും. പിന്നെ കറക്റ്റായിട്ട് പഠിക്കാനുള്ളതും കൂടി ഒന്ന് പഠിക്കുക, അവൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. എത്രയൊന്ന് നമ്മളൊന്ന് ചെയ്താൽ മതി, നമുക്ക് ജയിക്കാൻ പറ്റും. PSC എല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ്. കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഒരു കാര്യമാണ് PSC ജോലി. ഈ മാമിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് പോലെയാണ് ക്ലാസ്സുകൾ. എപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷനാണ് ക്ലാസ്സിൽ വരാൻ. ലൈവ് ക്ലാസ്സിലേക്ക് വരാൻ നമുക്ക് എങ്ങനെയും സമയം ഉണ്ടെങ്കിൽ നമ്മൾ വരാൻ ശ്രമിക്കും. ക്ലാസ്സിലെ ഒരു അന്തരീക്ഷമാണെങ്കിലും കൂടെ പഠിക്കുന്നവരാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺവെർസേഷനൊക്കെ ചെയ്ത് നല്ലൊരു രസമാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. എനിക്കും ആ ക്ലാസ് വരാൻ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. എങ്ങനെയും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, റെക്കോർഡിനേക്കാൾ കൂടുതൽ ലൈവ് ക്ലാസ്സുകളിലാണെങ്കിലും അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു താല്പര്യമായിരുന്നു. അന്നത്തേക്ക് എല്ലാവരെയും അറിയുകയും ചെയ്യാം, ഫ്രണ്ട്സിനെ എല്ലാം അറിയാം. അങ്ങനെ എല്ലാവരും വരുന്നവരെല്ലാവരും പേര് വിളിച്ച് തന്നെ നമ്മൾ വെൽക്കം ചെയ്യും. അങ്ങനെ ഒരു രീതിയായിരുന്നു. മാമിൻ്റെ സപ്പോർട്ടാണെങ്കിൽ മോട്ടിവേഷൻ ഇത്ര ഇടയ്ക്ക് നമ്മളൊരു ഡൗൺ ആണെന്ന് തോന്നുന്ന സമയം ഓട്ടോമാറ്റിക്കായിട്ട് മാമിൻ്റെ മോട്ടിവേഷൻ നമുക്ക് വരും. ആ ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ നമ്മൾ പിന്നെയും അടുത്തൊരു നല്ലൊരു സമയത്ത് നമുക്ക് അത് പഠിക്കാൻ ആ മോട്ടിവേഷൻ മതി. ഡൗൺ ആകുന്ന ഒരു സമയത്തേക്ക് കറക്റ്റായിട്ട് മാം അറിഞ്ഞ് അത് മോട്ടിവേഷൻ ചെയ്ത് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുവരും. മാമിൻ്റെ ഒരു രീതി അതാണ്. PSC പഠിക്കുന്നവർക്കുള്ളൊരു മെയിൻ പ്രശ്നമാണ് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ലാതെ വരിക. പക്ഷേ മാമിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക് ആ ഡൗട്ടില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മാം തരുന്നുണ്ട്. പുതിയ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണെല്ലാം. അത് മാത്രം ഫോളോ ചെയ്താൽ തന്നെ നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം PSC ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എന്നെ നയിച്ചത് മാമിൻ്റെ ക്ലാസ്സുകളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്.